നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പലതരത്തിലും ഇസ്രായേലിനെ തകർക്കാനുള്ള ഇസ്രായേലൊക്കെ ഇത് ചെയ്തു കൂട്ടുന്നത് വെറും പൊള്ളയായ കാര്യങ്ങളാണ് എന്നൊക്കെ തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇസ്രായേലിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ചില വാർത്തകൾ വരുമ്പോൾ ആ വാർത്തകൾ കൂടി നമുക്കൊന്ന് അറിഞ്ഞു പോകേണ്ടതുണ്ട്. ഇസ്രായേലിന്റെ പ്രതിരോധ മിസൈലായിട്ടുള്ള ആരോ ഇന്റർസെപ്റ്ററുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ശക്തി ചോർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇത് തെറ്റായ വാർത്തയാണെന്നും ചില വ്യാജ വാർത്തകൾ കൊണ്ട് രാജ്യത്തെ തകർക്കാൻ നോക്കേണ്ട ആവശ്യമില്ല എന്നുമാണ് ഈ ഒരു സമയത്ത് നമ്മൾ അത്തരം വാർത്തകളോട് മുഖവിലയ്ക്ക് പോലും കൊടുക്കാൻ നിങ്ങൾ തയ്യാറല്ല എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത്. വാൾ സ്ട്രീറ്റ് ആണ് ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാനിൽ നിന്നുള്ള ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളെ തുടർന്നും നേരിടാനുള്ള രാജ്യത്തിന്റെ കഴിവിനെ കുറിച്ച് ഈ ക്ഷാമം ആശങ്ക ഉയർത്തുന്നുണ്ട് എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന പ്രതിരോധ സംവിധാനമാണ് ആരോ മിസൈലുകൾ. ഇറാന്റെ മിസൈലുകൾ തകർക്കാൻ US സഹായം കൂടി ഇസ്രായേലിന് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇസ്രായേലിനും US-നുമുള്ള പ്രതിരോധ മിസൈലുകളെക്കാൾ ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ ഉണ്ട് എന്ന് വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് പറയുന്നു. അതേസമയം ആരോ മിസൈലുകൾ കൂടാതെ അയൺ ഡോം, ഡേവിഡ്സ് സ്ലിംഗ്, US നൽകുന്ന പാട്രിയറ്റ്, ഹാർഡ് ബാറ്ററികൾ എന്നിവ ഉൾപ്പെടുന്ന ഇസ്രായേലിന്റെ ലേൺഡ് മിസൈൽ പ്രതിരോധ സംവിധാനം പരിപാലിക്കുന്നതിനുള്ള ചെലവും നിർണായക ആശങ്കയായി മാറുന്നുണ്ട് എന്നാണ് ഇത്തരക്കാർ പറയുന്നത്. പക്ഷേ അതിലൊന്നും തന്നെ യാതൊരുവിധ മടിയുമില്ല. എത്ര വേണമെങ്കിലും ഈ പറയുന്ന ആയുധങ്ങൾ എത്തിക്കാൻ ഞങ്ങൾ സജ്ജരാണ്, അല്ലെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് എന്ന് അമേരിക്ക ഒരു വശത്ത് നിന്നും ഇസ്രായേലിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുകയാണ്. ഇസ്രായേലി സാമ്പത്തിക ദിനപത്രമായ ദി മാർക്കർ രാത്രിയിലെ മിസൈൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് $1 മില്യൺ ഷെഖൽ, അതായത് $285 മില്യൺ വരെ ചെലവാകുമെന്ന് കണക്കാക്കുന്നുണ്ട്. ഒരു ആരോ മിസൈൽ തൊടുക്കുന്നതിന് $30 ലക്ഷം ആണ്, അതായത് 26 കോടി രൂപയാണ് ചെലവെന്ന് പറയുന്നത്. ഓരോ രാത്രിയിലും മിസൈൽ പ്രതിരോധത്തിനായി മാത്രം 28.5 കോടി രൂപയാണ്, 28.5 കോടി US ഡോളർ എന്ന് പറയുമ്പോൾ 2463 കോടി ഇന്ത്യൻ രൂപയാണ് ഇസ്രായേൽ ചെലവാക്കുന്നത് എന്നുള്ള സത്യമാണ് വരുന്നത്. ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾ ദിവസേന തുടങ്ങുന്നതിനാൽ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ ശേഖരം ഇപ്പോൾ കടുത്ത സമ്മർദ്ദത്തിലാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിന്റെ ഈ പറയുന്ന ഈ വമ്പൻ പദ്ധതികളെ, വമ്പൻ ആയുധങ്ങളെ ഇല്ലാതെയാക്കുവാനും വമ്പൻ ആയുധങ്ങളെ പ്രതിരോധിക്കുവാനും ഇറാൻ അവിടെ വെറുതെ ഇരിക്കുകയല്ലോ, ഇറാനും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ കെൽപ്പില്ലാത്ത ഇറാൻ അപ്പോൾ എങ്ങനെയാണ് ഈ ആയുധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊരു ചോദ്യം കൂടി വരില്ലേ? ആ ഘട്ടത്തിലാണ് ഇസ്രായേലിന് ഇപ്പോൾ ആരോ ബാലിസ്റ്റിക് മിസൈലുകളുടെ ഉപയോഗം കുറയുന്നു. 2435 കോടി രൂപയോളം ഒരു രാത്രി, ഒരു നിമിഷ നേരത്തേക്ക് വരുന്നു. അങ്ങനെ സാമ്പത്തികമായി തകരുകയാണ്. അങ്ങനെയുള്ള തരത്തിലുള്ള ഈ അടിച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ കൂടി വരുന്നത്. അമേരിക്കയിൽ നിന്ന് വേഗത്തിൽ പുനർവിതരണം നടത്തുകയോ നേരിട്ടുള്ള ഇടപെടൽ നടത്തുകയോ ചെയ്യാതെ ഇറാൻ സ്ഥിരമായ ആക്രമണ വേഗത നിലനിർത്തുകയാണ് എങ്കിൽ ഇസ്രായേലിന് 10 അല്ലെങ്കിൽ 12 ദിവസം കൂടി മിസൈൽ പ്രതിരോധം നിലനിർത്താൻ കഴിയുമെന്നാണ് US പറയുന്നത്. ഇസ്രായേലി ഇന്റലിജൻസ് വൃത്തങ്ങൾ പറഞ്ഞതായി വാൾ സ്ട്രീറ്റ് ജേർണലാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലിന്റെ F-35 ഫൈറ്റർ ജെറ്റ് വെടിവെച്ചിട്ടതായി ഇറാൻ കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നു. പിടിക്കപ്പെട്ട ഇസ്രായേലി പൈലറ്റുമാരുടെ വീഡിയോ ഉടൻ തന്നെ പുറത്തുവിടുമെന്നും ടെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2 ഇസ്രായേലി യുദ്ധവിമാന പൈലറ്റുമാർ കസ്റ്റഡിയിൽ ഉണ്ടെന്നും അവരിൽ ഒരാൾ സ്ത്രീയാണ് എന്നും ഇറാൻ അധികൃതർ അവകാശപ്പെടുന്നു. അതേസമയം F-35 ഫൈറ്റർ ജെറ്റ് വെടിവെച്ചിടുന്നതിനെ കുറിച്ചോ പൈലറ്റുമാരിൽ ആരെയെങ്കിലും കാണാതായിരുന്നതിനെ കുറിച്ചോ ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിമാനം തിരിച്ചിറക്കുകയും മിസൈൽ ഉപയോഗിച്ച് ഇസ്രായേലിന്റെ F-35 ഫൈറ്റർ ജെറ്റ് വെടിവെച്ചിടുകയുമായിരുന്നു എന്ന് തസ്നീം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ F-35 യുദ്ധവിമാനം വെടിവെക്കുന്നത് ഇത് 4ാം തവണയാണെന്നും ഇറാൻ അവകാശപ്പെടുന്നു. അതിനിടെ ഇറാൻ F-35 ജെറ്റുകൾ വീഴ്ത്തിയതായി റിപ്പോർട്ടുകൾ വന്നതിനെ തുടർന്ന് F-35 സ്റ്റെൽത്ത് യുദ്ധവിമാനം നിർമ്മിക്കുന്ന അമേരിക്കൻ പ്രതിരോധ കരാറുകാരായ ലോക്ഹീഡ് മാർട്ടിന്റെ സ്റ്റോക്ക് മൂല്യത്തിൽ കുത്തനെ ഇടിവ് സംഭവിച്ചതായും ടെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇസ്രായേൽ ടെഹ്റാനിലെ റെസിഡൻഷ്യൽ കെട്ടിടങ്ങളിലും രാജ്യത്തുടനീളമുള്ള ആണവ സൈനിക കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ IRGC-യുടെ തലവന്മാരും പ്രമുഖ ആണവ ശാസ്ത്രജ്ഞന്മാരും ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ ഇറാൻ ഇസ്രായേലിലും വ്യാപക മിസൈൽ ആക്രമണം നടത്തി വരികയാണ്. അമേരിക്ക യുദ്ധത്തിന്റെ ഭാഗമായി മാറുമെന്ന ആശങ്കയ്ക്കിടെ ഇസ്രായേലിന് നേർക്ക് ഇന്ന് വെളുപ്പിനും ഇറാന്റെ മിസൈൽ ആക്രമണം നടന്നിരുന്നു. തെല്ലവീവിൽ മിസൈലുകൾ നാശം വിതച്ചു. ടെഹ്റാൻ നേരെ ആക്രമണം തുടരുന്നതായി ഇസ്രായേൽ വ്യക്തമാക്കി. രാത്രി ചേർന്ന ഒരു US ദേശീയ സുരക്ഷാ സമിതി യോഗം ഇറാനെതിരെ രംഗത്തിറങ്ങാൻ തീരുമാനിച്ചതായാണ് വിവരം. ഇതോടെ മേഖല ഭയാനകമാണ്.